ഹായ്, സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ അവസാനത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്ന സാൻ ഫ്രാൻസിസ്കോയുടെ മഹത്വം വിളിച്ചോന്ന സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞാനിപ്പോൾ ഫിഷർമാൻസ് വാർഫിലെ പിയർ 39-ലാണ്. 45 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന തിരക്കേറിയ പിയർ 39-ൽ വൈവിധ്യമാർന്ന റെസ്റ്റോറൻറ്റുകൾ, 100-ലധികം ഷോപ്പുകൾ, വീഡിയോ ആർക്കേഡ്, തെരുവ് പ്രകടനങ്ങൾ, അക്വേറിയം ഓഫ് ബേ, ത്രില്ലിംഗ് വെർച്വൽ 3D റൈഡുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ആകർഷണങ്ങളുണ്ട്. സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിൻ്റെയും ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ബേ ബ്രിഡ്ജ്, അൽക്കാട്രസ് ദ്വീപ് തുടങ്ങിയ ചരിത്രപ്രധാനമുള്ള അടയാളങ്ങളുടെയും മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന പിയർ 39 ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ പ്രിയ സ്ഥലമാണ്. 1970-കളുടെ അവസാനത്തിൽ വികസിപ്പിച്ചെടുത്ത ഫിഷർമാൻസ് വാർഫ് ജില്ലയുടെ അരികിൽ സ്ഥിതി ചെയ്യുന്ന പിയർ 39 സാൻ ഫ്രാൻസിസ്കോയുടെ കടൽത്തീരത്തെ വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും സജീവവും ആകർഷകവുമായ സ്ഥലമാക്കി മാറ്റുന്നതിനുള്ള ആദ്യകാലത്തെ വിജയകരമായ ശ്രമങ്ങളിൽ ഒന്നായിരുന്നു. ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി സാൻ ഫ്രാൻസിസ്കോയുടെ സമുദ്ര പൈതൃകത്തിന്റെയും നാവിക സാഹസികതകളുടെയും ഒരു കവാടമായി പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ഡോക്കുകളിൽ വിശ്രമിക്കുന്ന കാലിഫോർണിയ കടൽ സിംഹങ്ങളുടെ കോളനിയാണ് പിയർ 39-ന്റെ ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന്. ഈ കോളനി ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് 1989 സെപ്റ്റംബറിലാണ്. കടൽ സിംഹങ്ങളുടെ പെട്ടെന്നുള്ള കുടിയേറ്റത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമല്ലെങ്കിലും കടൽ തീരങ്ങളുടെ നവീകരണത്തെ തുടർന്ന് പ്രദേശത്ത് നിന്ന് ബോട്ടുകൾ നീക്കം ചെയ്തപ്പോൾ ഉണ്ടായ വലിയ തുറസായ സ്ഥലങ്ങളാണ് ഇവയെ ഇങ്ങോട്ട് ആകർഷിച്ചത്. ഡോക്കുകളുടെ നവീകരണം കഴിഞ്ഞ് ബോട്ടുകൾ തിരിച്ചെത്തിയെങ്കിലും ഇവയെ തുരത്താതെ അവർ ബോട്ടുകൾ ഓടിച്ചു. 1990 ജനുവരി ആയപ്പോഴേക്കും 150-ലധികം കടൽ സിംഹങ്ങൾ ഇവിടുത്തെ സ്ഥിരം സന്ദർശകരായി മാറി. 1/2 ടൺ വരെ ഭാരമുള്ള ഈ മൃഗങ്ങളുടെ സാന്നിധ്യവും അവയുടെ ശബ്ദവും ദുർഗന്ധവും ബോട്ട് ഉടമകളിൽ നിന്നുള്ള പരാതികൾക്ക് കാരണമായി. ഈ സാഹചര്യം ദേശീയ മാധ്യമ ശ്രദ്ധ നേടുകയും ഈ സസ്തനികൾ പെട്ടെന്നൊരു വിനോദസഞ്ചാര കേന്ദ്ര ആകർഷണമായി മാറുകയും ചെയ്തു. കടൽ സിംഹങ്ങളെ നിലനിർത്താനും ബോട്ടുകളെ മാറ്റി സ്ഥാപിക്കാനുമുള്ള മറൈൻ മാമൽ സെന്ററിന്റെ തീരുമാനം പിയർ 39-നെ ഈ സമുദ്ര സസ്തനികളുടെ ഒരു സങ്കേതമാക്കി മാറ്റി. ഇപ്പോൾ ഇവിടെ ഏകദേശം 500ഓളം കടൽ സിംഹങ്ങളുണ്ട്. എന്നാൽ അവയിൽ മിക്കതും പ്രജനനം നടത്താനായി ജൂൺ ജൂലൈ മാസങ്ങളിൽ പുറപ്പെടും. സാൻ ഫ്രാൻസിസ്കോ ബേയിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വളരെ തിരക്കേറിയ ഒരു സ്ഥലമായ പിയർ 39-ൽ നിന്നാണ് ക്രൂയിസ് ആരംഭിക്കുന്നത്. ബ്ലൂ ഗോൾഡ് എന്ന ബോട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിയർ 39-ൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലൂടെയുള്ള ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബോട്ട് യാത്ര ശരിക്കും മറക്കാനാവാത്ത അനുഭവമാണ്. സാൻ ഫ്രാൻസിസ്കോ, സാൻ ജോസ്, ഓക്ലാൻഡ് എന്നീ നഗരങ്ങളുടെ പരിധിയിൽ വരുന്ന വടക്കൻ കാലിഫോർണിയയിലെ ഒരു വലിയ വേലിയേറ്റ അഴിമുഖമാണ് സാൻ ഫ്രാൻസിസ്കോ ബേ. സങ്കീർണമായ ആകൃതിയിൽ ഏകദേശം 1600 ചതുരശ്ര മൈൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഉൾക്കടലിൽ നിരവധി ഇൻലെറ്റുകളും ദ്വീപുകളും ഉൾപ്പെടുന്നു. 1848-ൽ സ്വർണം കണ്ടെത്തുന്നതുവരെ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും മറ്റു വിഭവങ്ങൾക്കും ഈ ഉൾക്കടലിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഓഹ്ലോൺ ജനത ഉൾപ്പെടെ വിവിധ തദ്ദേശീയ അമേരിക്കൻ ഗോത്രങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്ന ഒരു പ്രദേശത്തു കൂടിയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോൾഡ് റഷിന്റെ സമയത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ കുടിയേറ്റക്കാർ ഈ നഗരത്തിന്റെ സംസ്കാരത്തെയും ജനങ്ങളുടെ ജീവിത രീതിയെയും ഗണ്യമായി രൂപപ്പെടുത്തി. 2ാം ലോകമഹായുദ്ധ സമയത്ത് കപ്പൽശാലകളും വിമാന നിർമ്മാണവുമുള്ള ഒരു നിർണായക സൈനിക വ്യാവസായിക കേന്ദ്രമായിരുന്നു ഈ ബേ ഏരിയ. ബോട്ടിൽ കയറിക്കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം വരുന്നത് സാൻ ഫ്രാൻസിസ്കോയുടെ വാട്ടർ ഫ്രണ്ടിന്റെ അതിശയകരമായ പനോരമയാണ്. ബോട്ട് ഉൾക്കടലിലൂടെ നീങ്ങുമ്പോൾ
അങ്ങ് ദൂരെ മനോഹരമായി നീണ്ടുകിടക്കുന്ന ബേ ബ്രിഡ്ജും ട്രാൻസ് അമേരിക്ക പിരമിഡ് പോലെയുള്ള അമ്പരചുംബികളായ കെട്ടിടങ്ങളാൽ നിറഞ്ഞ നഗരത്തിന്റെ സ്കൈലൈനും മറ്റ് ഐക്കോണിക് ലാൻഡ്മാർക്കുകളും തടസ്സമില്ലാത്ത അതിശയകരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. തണുത്തതും ചടുലവുമായ കടൽക്കാറ്റും ഉൾക്കടലിന്റെ ശാന്തമായ തിരമാലകളും യാത്രയെ ഉന്മേഷദായകവും മറക്കാനാവാത്ത ഒരു അനുഭവമാക്കി മാറ്റുന്നു. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ബോട്ടിന്റെ യാത്ര. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിനെ സമീപിക്കുമ്പോൾ മാത്രമേ ഈ എഞ്ചിനീയറിംഗ് അത്ഭുതത്തിന്റെ വ്യാപ്തിയും ചാരുതയും വ്യക്തമാവുകയുള്ളൂ. സാൻ ഫ്രാൻസിസ്കോയും മാരിൻ കൗണ്ടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉയർന്നു നിൽക്കുന്ന വിശാലമായ കമാനങ്ങളുള്ള പാലത്തിനടിയിലൂടെ കടന്നു പോകുന്ന അനുഭവം വിസ്മയിപ്പിക്കുന്നതും മറക്കാനാവാത്തതുമാണ്. എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെയും അമേരിക്കൻ അഭിലാഷത്തിന്റെയും പ്രതീകമായ ഗോൾഡൻ ഗേറ്റ് പാലം ലോകത്തിലെ ഏറ്റവും മികച്ച ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ്. ദർശനം, നവീകരണം, സ്ഥിരോത്സാഹം എന്നിവയൊക്കെയാണ് ഈ അത്ഭുത സൃഷ്ടിയുടെ വിജയത്തിന്റെ രഹസ്യം. സാൻ ഫ്രാൻസിസ്കോയിലെ ജനസംഖ്യ വർദ്ധിക്കുകയും സമ്പദ് വ്യവസ്ഥ വികസിക്കുകയും ചെയ്തതോടെ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിനെ പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയതും പ്രക്ഷുബ്ധവുമായ കടലിടുക്കിന്റെ മുകളിലൂടെയുള്ള ഒരു പാലത്തിന്റെ ആവശ്യകത 1920കളിലാണ് ആദ്യമായി നിർദ്ദേശിക്കപ്പെട്ടത്. പക്ഷേ ശക്തമായ ഒഴുക്കും ആഴത്തിലുള്ള വെള്ളവും ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന മൂടൽമഞ്ഞും അതിനെ ഒരു വെല്ലുവിളിയാക്കി മാറ്റി. 1929ൽ എഞ്ചിനീയർ ജോസഫ് സ്ട്രോസ് ഇതിനായി ഒരു ഹൈബ്രിഡ് കാന്റിലിവർ സസ്പെൻഷൻ ബ്രിഡ്ജ് വിഭാവനം ചെയ്തുവെങ്കിലും ആത്യന്തികമായി സ്പാനിന് കൂടുതൽ അനുയോജ്യമായ ഒരു വെറും തൂക്കുപാലമായി നിർമ്മിക്കാൻ തീരുമാനിച്ചു. പാലത്തിന്റെ ആർട്ട് ഡെക്കോ ടവറുകളും മൂടൽമഞ്ഞുള്ള സാഹചര്യങ്ങളിൽ കാഴ്ച വർദ്ധിപ്പിക്കുന്നതിനായി തിരഞ്ഞെടുത്ത ഇന്റർനാഷണൽ ഓറഞ്ച് നിറവും ഇതിന്റെ നിർണായക സവിശേഷതകളായപ്പോൾ ഈ സൃഷ്ടി പുതുമയും സൗന്ദര്യാത്മകതയും ഒത്തുചേർന്ന ഒന്നായി മാറി. 1933 മഹാമാന്ദ്യത്തിന്റെ കാലത്ത് ശക്തമായ കാറ്റിനെയും വേലിയേറ്റത്തെയും കടലിടുക്കിലെ കോളിളകിയ വെള്ളത്തെയും അതിജീവിച്ച് ഗോൾഡൻ ഗേറ്റ് പാലത്തിന് നിർമ്മാണം ആരംഭിച്ചു. സ്റ്റീലും കോൺക്രീറ്റും കൊണ്ട് നിർമ്മിച്ച പാലത്തിന്റെ 746 അടി ടവറുകളും 27,572 വയറുകൾ അടങ്ങിയ പ്രധാന കേബിളുകളും എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളായിരുന്നു. വെറും 4 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ പാലം 1937 മെയ്യിൽ ഒരു വലിയ ആഘോഷത്തോടെ തുറന്നു. ഗോൾഡൻ ഗേറ്റ് പാലം സാൻ ഫ്രാൻസിസ്കോയ്ക്കും മാരിൻ കൗണ്ടിക്കും ഇടയ്ക്കുള്ള യാത്രാസമയം കുറയ്ക്കുകയും പ്രാദേശിക സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുകയും ചെയ്തു. പ്രതീക്ഷയുടെയും പുരോഗതിയുടെയും പ്രതീകമായി ഇതിന്റെ നിർമ്മാണം മനുഷ്യന്റെ ചാതുര്യത്തിന്റെ തെളിവായി നിലകൊള്ളുന്നു. ഗോൾഡൻ ഗേറ്റ് പാലം ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരവും ആകർഷകവുമായ തൂക്കുപാലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്ത സിനിമകളിലും കലാസൃഷ്ടികളിലും ഫീച്ചർ ചെയ്ത ഗോൾഡൻ ഗേറ്റ് പാലം ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന സാൻ ഫ്രാൻസിസ്കോയുടെ സാംസ്കാരിക പ്രതീകമാണ്. ഈ ഉൾക്കടലിലെ മറ്റൊരു കൗതുകകരമായ കാഴ്ച ഏകാന്തമായി നിലകൊള്ളുന്ന മുഷിഞ്ഞ ഒരു നിഴൽ ചിത്രം പോലെ തോന്നിക്കുന്ന അൽക്കാട്രസ് ദ്വീപാണ്. ഒരു കാലത്ത് കുപ്രസിദ്ധമായ ഫെഡറൽ ജയിലിന്റെ ആസ്ഥാനമായിരുന്ന ഈ ദ്വീപിന് ചുറ്റും യാത്ര ചെയ്യുമ്പോൾ ഇതിലെ കാലഹരണപ്പെട്ട ജയിൽ കെട്ടിടങ്ങൾ ചരിത്രത്തിന്റെയും നിഗൂഢതയുടെയും ഒരു വികാരം ഉണർത്തുന്നു. ഈ ചരിത്രപ്രസിദ്ധമായ സ്ഥലത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഇവിടുത്തെ കുപ്രസിദ്ധരായ അന്തേവാസികളുടെ കഥകളും അവരുടെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കും. ഒരു സൈനിക കോട്ടയിൽ നിന്ന് കുപ്രസിദ്ധമായ ഫെഡറൽ ജയിലായും ഇപ്പോൾ ഒരു ചരിത്ര വിനോദസഞ്ചാര കേന്ദ്രമായും പരിണമിച്ച ദ റോക്ക് എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന അൽക്കാട്രസ് ദ്വീപിന് സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ദ്വീപിൽ അധിവസിച്ചിരുന്ന കടൽ പക്ഷികളുടെ എണ്ണം കാരണം പെലിക്കൻസ് ദ്വീപ് എന്നറിയപ്പെട്ടിരുന്ന ഇത് ആഭ്യന്തര യുദ്ധകാലത്ത് സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിനെ സംരക്ഷിക്കുന്നതിനായി 1850കളിൽ ഒരു സൈനിക കോട്ടയായി നിയോഗിക്കപ്പെട്ടു. 1920 മുതൽ 1933 വരെ നിലനിന്നിരുന്ന നിരോധന കാലഘട്ടത്തിൽ രക്ഷപ്പെടാൻ അസാധ്യമായ വെള്ളത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അൽക്കാട്രസ് ദ്വീപ് പരമാവധി സുരക്ഷയുള്ള ജയിലിനുള്ള പറ്റിയ സ്ഥലമായി കണക്കാക്കപ്പെടുകയും 1930കളിൽ ഇതൊരു ഫെഡറൽ ജയിലായി മാറ്റപ്പെടുകയും ചെയ്തു. ഉറപ്പുള്ള മതിലുകളും തന്ത്രപ്രധാനമായ ലേഔട്ടും ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ജയിൽ സമുച്ചയത്തിൽ ഒരു പ്രധാന സെൽ ഹൗസും മറ്റു സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. 336 തടവുകാരെ പാർപ്പിക്കാനാണ് ജയിൽ രൂപകൽപ്പന ചെയ്തിരുന്നതെങ്കിലും അതിൽ കൂടുതൽ പേരെ അവിടെ പാർപ്പിച്ചിരുന്നു. കർശനമായ നിയമങ്ങളും പരിമിതമായ അവകാശങ്ങളും ഉണ്ടായിരുന്ന അൽക്കാട്രസിലെ ജീവിതം കഠിനമായിരുന്നു. അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും അപകടകാരികളായ കുറ്റവാളികളായ അൽ കപ്പോൺ, ജോർജ് മെഷീൻ ഗൺ കെല്ലി, ബേർഡ്മാൻ ഓഫ് ദ അൽക്കാട്രസ് എന്നറിയപ്പെടുന്ന റോബർട്ട് സ്ട്രോഡ് തുടങ്ങിയവരെ ഇവിടെയാണ് പാർപ്പിച്ചിരുന്നത്.
ഇത്രയധികം പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടും പല രക്ഷപ്പെടൽ ശ്രമങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. 1962 3 അന്തേവാസികൾ അവരുടെ സെല്ലുകളിൽ നിന്ന് പുറത്തു കടന്ന് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമം ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ജയിൽ ചാട്ടങ്ങളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത്. പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അവരുടെ വിധി ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. ഉയർന്ന പ്രവർത്തന ചെലവും ഫെഡറൽ ജയിൽ സംവിധാനത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളും നിരത്തി 1963 മാർച്ചിൽ ജയിൽ അടച്ചു. അതിനുശേഷം വർഷങ്ങളോളം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഴിഞ്ഞ ദ്വീപിനെ 1972 ദേശീയ ചരിത്രപ്രധാനമായ ഒരു അടയാളമായി പ്രഖ്യാപിച്ചു. ഇന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ദ്വീപിലെ പല കെട്ടിടങ്ങളിലും ഇന്ത്യയെപ്പറ്റിയുള്ള പരാമർശങ്ങൾ കാണാം. ഈ രചനകളും ഗ്രാഫിറ്റികളും പ്രത്യക്ഷപ്പെട്ടത് 1960കളുടെ അവസാനത്തിൽ തദ്ദേശീയരായ അമേരിക്കക്കാരോടുള്ള US നയങ്ങളിൽ പ്രതിഷേധിച്ച് ആക്ടിവിസ്റ്റുകൾ ദ്വീപ് കൈവശപ്പെടുത്തിയ കാലഘട്ടത്തിലാണ്. കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങളുടെ പ്രതീകമായി നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഇന്ത്യയെപ്പോലുള്ള ആഗോള പ്രസ്ഥാനങ്ങളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ പ്രതിഫലനങ്ങളായിരുന്നു ഈ ഗ്രാഫിറ്റികളൊക്കെ. പല മുൻ തടവുകാരെയും മറ്റ് ജയിലുകളിലേക്ക് മാറ്റി. മറ്റുള്ളവർ അവരുടെ ശിക്ഷ പൂർത്തിയാക്കുകയോ മോചിക്കപ്പെടുകയോ ചെയ്തു. നിലവിൽ അൽക്കാട്രസ് ജയിലിൽ തടവിലാക്കപ്പെട്ടവരിൽ ആരും ജീവിച്ചിരിപ്പില്ല. ഫെഡറൽ തടവറയുടെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെയും ക്രിമിനൽ നീതിയുടെ സങ്കീർണതകളെയും പ്രതീകപ്പെടുത്തുന്ന അൽക്കാട്രസിന്റെ പാരമ്പര്യം ആകർഷണത്തിന്റെയും ഗൂഢാലോചനയുടെയും ഒരു വിഷയമായി തുടരുന്നു. സാൻ ഫ്രാൻസിസ്കോയുടെ ഏറ്റവും ഉയർന്ന പ്രദേശത്തേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ. ടെക്നോളജിയിൽ വളരെയധികം മുമ്പിൽ നിൽക്കുന്ന ഒരു നഗരമാണ് സാൻ ഫ്രാൻസിസ്കോ. മുകളിൽ ക്യാമറ ഘടിപ്പിച്ച ഈ കാറുകളൊക്കെ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറുകളാണ്. 1915 പനാമ പസഫിക് എക്സ്പോസിഷന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ കാണുന്ന പാലസ് ഓഫ് ഫൈൻ ആർട്സ്. കഭി അൽവിദ നാ കഹ്ന, മൈ നെയിം ഈസ് ഖാൻ, എ ജവാനി ഹേ ദിവാനി തുടങ്ങി നിരവധി ശ്രദ്ധേയമായ ബോളിവുഡ് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. എക്സ്പോയ്ക്ക് വേണ്ടി താൽക്കാലികമായി നിർമ്മിച്ചതാണെങ്കിലും പ്രദർശനത്തിന് ശേഷം ഇതിനെ സംരക്ഷിക്കുന്നത് തുടർന്നു പോന്നു. സാൻ ഫ്രാൻസിസ്കോയിലെ 42 കുന്നുകളിൽ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കുന്നായ ട്വിൻ പീക്സിലാണ് ഞാനിപ്പോൾ. സാൻ ഫ്രാൻസിസ്കോയുടെ ഭൂമിശാസ്ത്ര കേന്ദ്രത്തിന് സമീപം സമുദ്രനിരപ്പിൽ നിന്ന് 925 അടി ഉയരത്തിലാണ് ഇത് നിലകൊള്ളുന്നത്. നഗരത്തിന്റെയും ഉൾക്കടലിന്റെയും അതിശയമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ട്വിൻ പീക്സ് ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇന്ന് സാൻ ഫ്രാൻസിസ്കോ അതിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിനും സാങ്കേതിക നവീകരണത്തിനും ഗോൾഡൻ ബ്രിഡ്ജ്, അൽക്കാട്രസ് ദ്വീപ് തുടങ്ങിയ ലാൻഡ്മാർക്കുകൾക്കും പേരുകേട്ട ഒരു ഊർജ്ജസ്വലമായ നഗരമായി തുടരുന്നു. സിലിക്കൺ വാലിക്ക് സമീപമുള്ള ഒരു പ്രധാന ടെക്നോളജി ഹബ് എന്ന നിലയിൽ നവീകരണത്തിനുള്ള ആഗോള കേന്ദ്രമാണിത്. ഉയർന്ന ഭവന ചെലവുകൾ, ഭവനരഹിതർ, വരുമാന അസമത്വം, നഗരനയം, സാമൂഹിക സമത്വം എന്നിവ പോലുള്ള വെല്ലുവിളികൾ നഗരം അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ചരിത്രപരമായ ചാരുത, പുരോഗമന സംസ്കാരം, പ്രകൃതി സൗന്ദര്യം എന്നിവ വിനോദസഞ്ചാരികളെ താമസക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്നു. നാളെ എൻ്റെ യാത്ര ലോസ് ആഞ്ചലസിലേക്കാണ്. ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഇഷ്ടനഗരമായ ലോസ് ആഞ്ചലസിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ.